ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് ക്ലാസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്, 4ാമത്തെ പാഠമായ സർവ്വസമവാക്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ഇനി കുറച്ച് ഭാഗം തുടങ്ങി, ഇനി ബാക്കി നോക്കാം. എന്തായിരുന്നു നോക്കൂ, ഒരു കലണ്ടർ നോക്കുക. ഒരു കലണ്ടറിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതൊരു മാസത്തെ കലണ്ടർ കൊടുത്തിരിക്കുകയാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ശനി വരെ, ഞായർ മുതൽ ശനി വരെ എല്ലാ ദിവസവും ഉണ്ട്. ബുധനാഴ്ച 1-ാം തീയതി ആവുന്നൊരു കലണ്ടർ വിചാരിക്കുക. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 31 വരെയുള്ള ഒരു മാസമാണ്. 31 വരെ എഴുതിയിട്ടുണ്ട് കലണ്ടറിൽ. നിങ്ങൾ വീട്ടിൽ ആലോചിച്ച് വീട്ടിൽ കലണ്ടർ ഉണ്ടാവുമല്ലോ, കലണ്ടറിൽ ഇങ്ങനെയല്ലേ ഡേറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ 1-ാം തീയതി ആവാം. ഇത് ഇവിടെ ബുധനാഴ്ച വരച്ചു എന്നേയുള്ളൂ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു കലണ്ടർ എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ കലണ്ടറിൽ കോണോട് 4 സമചതുരങ്ങൾ വരുന്ന എടുക്കുക. ഈ കലണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമചതുരത്തിൽ വരുന്ന 4 സംഖ്യ എടുക്കുക. സമചതുരത്തിൽ നിന്ന് വരുന്ന 4 സംഖ്യകൾ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും 4. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ നോക്കുക, ഈ 4 എടുക്കുക, 4 എണ്ണം കണ്ടോ. അപ്പോൾ 1, 2, 8, 9 ഇങ്ങനെ സമചതുരത്തിൽ വരുന്ന 4 സംഖ്യകൾ എടുക്കുക. എന്താ വരിക, ഇത് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിന് എന്തെങ്കിലും പ്രത്യേക ഇതുണ്ടോ നോക്കാൻ അറിയാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ 4 സംഖ്യ ഏത് കൊടുക്കുക. ഇപ്പോൾ വേണമെങ്കിൽ ഈ 6, 7, 13, 14 സമചതുരത്തിൽ വരുന്ന 4 സംഖ്യകൾ വേണം. അത്രയേ ഉള്ളൂ. അതിന് ഏത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതെടുത്തു, ഗുണിക്കാൻ എളുപ്പത്തിൽ ഏറ്റവും ചെറുതെടുത്താണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി കോണോട് കോൺ ഗുണിക്കുക. കോണോട് കോൺ ഗുണിച്ചിട്ട് അതിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക. അതായത് കോണോട് കോൺ എന്ന് പറഞ്ഞാൽ ഈ 1ഉം 9ഉം അങ്ങോട്ടും ഇങ്ങോട്ടും 1ഉം 9 ഗുണിക്കുക. 1 9 ഗുണിക്കുമ്പോൾ എത്ര 9 കിട്ടും. അതേപോലെ പിന്നെ എന്ത് ചെയ്യണം, 2ഉം 8ഉം 2 ഗുണിക്കണം 8 എത്ര കിട്ടും, 16 കിട്ടും. അപ്പോൾ 1 ഗുണിക്കണം 9ഉം അതുപോലെ എന്ത് കിട്ടും, 2 ഗുണിക്കണം 8ഉം കാണാം. അപ്പോൾ എത്ര കിട്ടും, 9, 16. ഇനി ഇവയുടെ വ്യത്യാസം കാണാം. എത്ര വരിക, സംഖ്യകൾ ഒന്ന് 16, ഒന്ന് 9ആണ്. 16 - 9 കണ്ടുവെക്കുക. 16 - 9 എത്ര വരിക, 16 9 കുറച്ച് 9ഉം 7ഉമാണ് 16. 9ഉം 7ഉം 16. ഇനി അല്ലേ, ഇതേപോലെ ഇനി വേറെ ഏതെങ്കിലും സംഖ്യകൾ 2 എടുത്ത് വെക്കുക. എളുപ്പമുള്ള എടുത്ത് വെക്കുക കേട്ടോ. ഗുണിക്കാനൊക്കെ എളുപ്പം ഇത് എടുക്കുക. ഈ 4 എണ്ണം എടുത്തു. ഏതൊക്കെയാണ് സംഖ്യകൾ ഏതും എടുക്കുക. ഞാൻ എളുപ്പത്തിന് ഗുണിക്കാൻ എളുപ്പമുള്ള എടുത്താണ്. 5, 6, 12, 13. 5, 6, 12, 13 ഇതുപോലെ സമചതുരത്തിൽ വരുന്ന 4 സംഖ്യകൾ എടുത്തു. ഇനി കോണോട് കോൺ ഗുണിക്കുക. കോണോട് കോൺ ഗുണിക്കുക പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക. ഇവിടെ 5, ഈ 5ഉം 13 ഇങ്ങനെ കോണിൽ 5 ഗുണിക്കണം 13 എത്ര ആയിട്ട് 3 15. ബാക്കി 1 ഓരഞ്ച് 5 1 65 എന്ന് കിട്ടും. അതുപോലെ പിന്നെ എന്താ 12ഉം 6ഉം 6 ഗുണിക്കണം 12 എത്ര ആയിട്ടാ 12. ബാക്കി 1 1 6ഉം 1ഉം 72. 1 72 1 65 കിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇപ്പം നമ്മളുടെ വ്യത്യാസം കാണാം. അതായത് 72 - 65. 72 65 കുറക്കുമ്പോൾ എത്ര കിട്ടുക, 7ഉം 5ഉമാണ് 12, 7 കിട്ടും കേട്ടോ. ഒന്നാമത്തെ സംഖ്യയുടെ വ്യത്യാസം, അതായത് 2 കോണോട് കോൺ ഗുണിച്ചു, എന്നിട്ട് ആ സംഖ്യ നമ്മൾ വ്യത്യാസം ചെയ്യാനാണ്. രണ്ടാമത്തെ ചെയ്തപ്പോഴും എന്താ കിട്ടിയത്, വ്യത്യാസം നോക്കാം. 5 ഗുണിക്കണം 13, 6 ഗുണിക്കണം 12 കണ്ടിട്ട് വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചപ്പോൾ 7 കിട്ടി. വ്യത്യാസം കോണോട് കോൺ ഗുണിച്ചിട്ട് വ്യത്യാസം കണ്ടപ്പോൾ എന്ത് കിട്ടി, ഒരേ വ്യത്യാസമാണ് കിട്ടി അല്ലേ. ഇത് ഇപ്പോൾ അതുപോലെ 2 എണ്ണം കണ്ടപ്പോൾ ഇനി അതേപോലെ വേറെ ഏതെങ്കിലും എടുത്ത് കണ്ടു വെക്കുക. അങ്ങനെ എല്ലാതും ഇതിപ്പോൾ ഇങ്ങനെ 2 ഉദാഹരണം ചെയ്തു. ഇങ്ങനെ 3ാമത്തെ ഉദാഹരണം ചെയ്താലും ചിലപ്പോൾ 7ആവും കിട്ടുക. ഇങ്ങനെ ഇതിനകത്തുള്ള എല്ലാ സംഖ്യകളും ഇങ്ങനെ സമചതുരാക്കിയിട്ട് കുറേ 31 വരെ ഡേറ്റ് ഉണ്ട്. അങ്ങനെ ഓരോന്നും പറ്റാവുന്നൊക്കെ ഇങ്ങനെ ഈ കള്ളി എടുക്കുക, അതുപോലെ ഈ കള്ളി എടുക്കുക, ഈ കള്ളി എടുക്കുക. അങ്ങനെ സമചതുരത്തിൽ അടുത്തടുത്ത് വരെ ഏത് കള്ളി എടുത്താലും ഇതിൻ്റെ ഉത്തരം എന്താ കിട്ടുക നോക്കേണ്ടത്. ഇങ്ങനെ ഒരേ വ്യത്യാസം 7 തന്നെ കിട്ടുക നോക്കണം. ഇവിടെ നമുക്ക് 2 ഉദാഹരണം ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനത്തെ കണക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എല്ലാ സംഖ്യകളും ഇപ്പോൾ അത് കഴിഞ്ഞ് ഇത് വ്യത്യാസം എടുത്തു, ഇത് എടുത്തു 4 എടുത്തു, പിന്നെ ഈ 4 1 2 3 4 എടുക്കാൻ എല്ലാതും കൂടി ചെയ്ത് നോക്കുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കണക്ക് വരുമ്പോൾ പൊതുവായിട്ടൊന്ന് എഴുതി വെക്കുക. പൊതുവായിട്ട് ചെയ്തിട്ട് ഇത് തന്നെയാണ് ഉത്തരം വരുന്നത്. നമുക്ക് പൊതുവായിട്ട് പറയാം, അങ്ങനെയാണ് എൻ്റെ വ്യത്യാസം. കോണോട് കോൺ കുറിച്ച് വ്യത്യാസം കാണുമ്പോൾ എപ്പോഴും ഒരേ സംഖ്യയാവെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കിത് 2 ഉദാഹരണം ചെയ്തു. ഇനി നമുക്ക് ഇതിനെ പൊതുവായിട്ട്, അതായത് എക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എഴുതുകയാണെങ്കിൽ എന്താണ് കിട്ടുക നോക്കുക. എക്സ് ഒക്കെ ഇവിടെ നമുക്ക് 7 വ്യത്യാസം എല്ലാവരും മനസ്സിലുണ്ടായിക്കോട്ടെ, 7 വ്യത്യാസം കിട്ടുക. നമുക്ക് എന്ത് ചെയ്യണം, എക്സ് ഒക്കെ വെച്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കുക അല്ലേ. പൊതുവായി പറഞ്ഞാൽ
പൊതുവായി പറഞ്ഞാൽ ഒരു സമചിതരം എടുക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് വെച്ചിട്ടാണ് പറയുമ്പോൾ 4 കള്ളിയുണ്ട് ഇവിടെ കൊള്ളൂ. ഒന്നാമത്തെ സംഖ്യ എക്സ് ആണ് എടുക്കുക. ഇനി ഒരു ഉദാഹരണം നോക്കിയിട്ട് അതുപോലെ എഴുതണം. ഇത് ഒരു സംഖ്യ 1, രണ്ടാമത്തെ സംഖ്യ എന്തായാലും 2. ഇത് 1 അടുത്ത കള്ളിയിൽ സംഖ്യ എന്താ 2. അതായത് 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2 കിട്ടും. പിന്നെ നമ്മൾ ഈ കള്ളി എടുക്കുന്നത് വിചാരിക്കാം. ഈ കള്ളി ഈ സമചിതരം എടുക്കുകയാണെങ്കിൽ കേട്ടോ, ഒരു സംഖ്യ 17, ഇത് നമ്മൾ എക്സ് എന്ന് വിചാരിക്കുക. അടുത്ത സംഖ്യ എന്താ 18. എന്താ 1 കൂട്ടിയതാ. അതായത് എക്സ് ആണെങ്കിൽ ഒന്നാമത്തെ സംഖ്യയുടെ കൂടെ 1 കൂട്ടിയായിരിക്കും രണ്ടാമത്തെ കള്ളിയിൽ വരുന്നത് അല്ലെ. 17 കഴിഞ്ഞ് 18, ഇവിടെ ഉണ്ട് 5 കഴിഞ്ഞ 6 രണ്ടാമത്തെ കള്ളിയിൽ. അതായത് എക്സ് എടുക്കുകയാണെങ്കിൽ എക്സിന്റെ കൂടെ 1 കൂട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമവാക്യം എന്നുള്ള പാഠത്തില്. എങ്ങനെ എഴുതുക, എക്സ് പ്ലസ് 1, എക്സിന്റെ കൂടെ 1 കൂട്ടിയാണ് എക്സ് പ്ലസ് 1. അതെ. പിന്നെ അടുത്ത ഇനി ഇതിലും കൂടി എഴുതണം. ഇവിടെ നോക്കൂ. അപ്പോ ഇവിടെ 24 ആയപ്പോ ഇവിടെ എന്ത് കിട്ടി, 25. 24 ആയപ്പോ 25 കിട്ടിയാണ് 1 കൂട്ടിയതാ. ഇവിടെ എന്താണ് ഉള്ളത്, അതിന്റെ കൂടെ 1 കൂട്ടിയ അടുത്ത സംഖ്യ കേട്ടോ. ഇവിടെ നമുക്ക് ഇതുപോലെ ഇത് എക്സ് ആയപ്പോ എക്സ് പ്ലസ് 1, ഇവിടെ സംഖ്യ ഇതിന്റെ കൂടെ 1 കൂട്ടിയതാണ്. ഓക്കെ. പക്ഷെ ഇനി ഇവിടെ നോക്കുക, ഇത് ഇവിടെ 1 ആയപ്പോ ഇവിടെ എത്രയായി, 1ന്റെ കൂടെ എത്ര കൂട്ടിയിട്ടാണ് 8 ആയത്. 1 ആയപ്പോ 8, അതായത് 1ന്റെ കൂടെ എത്ര കൂട്ടി, 7 കൂട്ടിയപ്പോഴാണ് 8 കിട്ടി. ഇനി എല്ലാത്തിലും നമുക്ക് അങ്ങനെയാണോ നോക്കാം. ഇവിടെ ഉണ്ട് 5 ആണ്. 5 ആയപ്പോ ഇവിടെ എത്രയായിരുന്നു 12. അതായത് 5ന്റെ കൂടെ എത്ര കൂട്ടിയാലേ 12 കിട്ടുക, 7 കൂട്ടിയപ്പോ 7ഉം 5ഉം ആണ് 12. ഇനി ഈ കള്ളി നോക്കൂ, ഇവിടെ 17 ആണ്. താഴത്തെ സംഖ്യ കിട്ടാൻ എന്തായാലും 17ന്റെ കൂടെ എത്ര കൂട്ടി, 17ഉം 24 വന്നിട്ടുണ്ട്. 17ഉം 7ഉമാണ് 24. അപ്പോ ഇവിടുന്ന് ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യേണ്ടി വരും, ഇതിന്റെ കൂടെ എന്ത് കൂട്ടേണ്ടി വരും, 7 കൂട്ടേണ്ടി വരും. കാരണം എല്ലാ കോളം അങ്ങനെ ഉണ്ടാവും. ഇനി ഇത് എടുക്കുകയാണെങ്കിൽ 3, 4, അത് എക്സ് ആണെങ്കിൽ അതിന് കൂടെ 1 കൂട്ടി അടുത്ത് കിട്ടി. പിന്നെ 10 ആണ് ഇവിടെ. അത് 3ന്റെ കൂടെ 7 കൂട്ടിയപ്പോഴാണ് 10 വന്ന്. അപ്പൊ ഇതിൽ നമ്മൾ പൊതുവായിട്ട് എഴുതുകയാണെങ്കിൽ ഒന്നാമത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ ഈ കള്ളിയിൽ എക്സ് പ്ലസ് 1, ഈ കള്ളിയിലോ എക്സിന്റെ കൂടെ എത്ര കൂട്ടിയതാണ്, എല്ലാറ്റിലും 7 ആണ് കൂട്ടിയത്. നമ്മൾ പൊതുവായിട്ട് എഴുതുമ്പോൾ എക്സ് പ്ലസ് 7 എന്ന് എഴുതി, എക്സ് പ്ലസ് 7. ഇനി ഇത് 8 ആണെങ്കിൽ ഇവിടെ 9, 1 കൂട്ടി. 24 ആണെങ്കിൽ 25, 12 ആണെങ്കിൽ 13, കണ്ടോ, 28 ആണെങ്കിൽ 29, അങ്ങനെ വന്നു. അതായത് ഈ കള്ളി കിട്ടണമെങ്കിൽ ഈ എക്സ് പ്ലസ് 7ന്റെ കൂടെ എത്ര കൂട്ടണം, 1 കൂട്ടുക. അതായത് എക്സ് പ്ലസ് 7ന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ എങ്ങനെ എഴുതുക, എക്സ് പ്ലസ്. നമ്മൾ ഇങ്ങനത്തെ കൂട്ടുകളുമ്പോ സംഖ്യകളൊക്കെ ഒരുപോലെ കൂട്ടും, ചരങ്ങൾ ഒരുപോലെ കൂട്ടുന്ന പഠിച്ച്. 7ഉം 1ഉം കൂട്ടി എത്രയാണ് 8. അപ്പോൾ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 8. ഓക്കെ. അപ്പോൾ എക്സ് പ്ലസ് 7ഉം എക്സ് പ്ലസ് 8ഉം വരും. പൊതുവായിട്ടുള്ള സമചിതരം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരും, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ കോണോട് കോൺ ഗുണിക്കുക. കോണോട് കോൺ ഗുണിക്കുക, എക്സും എക്സ് പ്ലസ് 8ഉം ഗുണിക്കുക അല്ലെ. കോണോട് കോൺ ഇങ്ങനെ, കോൺ എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് 8 എന്ന് വരും. ഈ എക്സും എക്സ് പ്ലസ് 8ഉം ഗുണിക്കുക. ഗുണിച്ച് നോക്കുക, നമുക്ക് എന്താ കിട്ടുക നോക്കുക. എക്സ് ഗുണിക്കണം എക്സ് പ്ലസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ 2ാം സമവാക്യം എന്നുള്ള പാഠത്തില്. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം എക്സിനെ ഈ എക്സ് കൊണ്ട് ഗുണിക്കുക. എക്സ് ഗുണിക്കണം എക്സ്, പിന്നെ ഈ പ്ലസ് ഇടുക. ഞാൻ പറഞ്ഞത് അങ്ങനെ നോർമൽ എല്ലാവർക്കും പ്ലസ് ഇടുക. പിന്നെ എന്ത് ചെയ്യണം, ഈ എക്സിനെ എന്തുകൊണ്ട് ഗുണിക്കണം, 8 കൊണ്ട്. എക്സ് ഗുണിക്കണം 8 എന്ന് വരും, എക്സ് ഗുണിക്കണം 8. അതായത് എന്തായിട്ട് എക്സ് ഗുണിക്കണം എക്സ് എന്താ, എക്സ് സ്ക്വയർ. പഠിച്ച ഓർമ്മല്ലേ. ഇനി എക്സ് ഗുണിക്കണം 8 പറഞ്ഞാൽ 8x. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 8x എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 8x. ഇത് രണ്ടും ഗുണിക്കുമ്പോ ഇനി എന്ത് ചെയ്യണം, ഇതും ഗുണിക്കണം. എക്സ് പ്ലസ് 1 ഗുണിക്കണം എക്സ് പ്ലസ് 7. ഇത് ഗുണിക്കുന്നത് നമ്മൾ നേരത്തെ ഈ പാഠത്തില് UV ഒക്കെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ബ്രാക്കറ്റുകൾ ഇങ്ങനെ 2 തുകകൾ ഗുണിക്കുമ്പോ എന്താ ചെയ്യാന്നൊക്കെ നമുക്ക് നോക്കാം. എന്ത് ചെയ്യണം, ആദ്യം ഈ എക്സ് കൊണ്ട് 2നെ ഗുണിക്കണം അല്ലെ. അപ്പൊ ആദ്യം എക്സ്, ഈ എക്സ് കൊണ്ട് ഈ എക്സിനെ ഗുണിക്കുക. എക്സ് ഗുണിക്കണം എക്സ്, പിന്നെ ഇവിടുത്തെ പ്ലസ് ഇട്ടു. പിന്നെ എക്സ് ഗുണിക്കണം 7, എക്സ് ഗുണിക്കണം 7. ആദ്യം ഈ എക്സ് കൊണ്ട് ഈ എക്സിനെ ഗുണിക്കുക. പിന്നെ നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിച്ചതാണ്, ഈ എക്സ് കൊണ്ട് 7നെ ഗുണിക്കുക. പിന്നെ ഇനി ഈ പ്ലസ് ഇടുക, പ്ലസ്. പിന്നെ നമ്മൾ ഈ 1 കൊണ്ടാ ഗുണിക്കാൻ, അപ്പൊ ഈ പ്ലസ് ഇടുക. പിന്നെ 1 ഗുണിക്കണം എക്സ്, ഈ 1 കൊണ്ട് എക്സിനെ ഗുണിക്കുക. 1 ഗുണിക്കണം എക്സ്, പിന്നെ ഈ പ്ലസ് ഇടുക, പ്ലസ്.
1 ഗുണിക്കണം 7. അപ്പോൾ തുകകളെ ഗുണിക്കുമ്പോൾ ഓരോ സംഖ്യനെയും പരസ്പരം ഗുണിച്ചിട്ട് കൂട്ടിയാൽ മതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ചെയ്തത്. അപ്പൊ ആദ്യം ഈ എക്സിനെ ഈ എക്സ് കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് ഈ പ്ലസ് ഇട്ടു, പിന്നെ എക്സിനെ 7 കൊണ്ട് ഗുണിച്ചു, അതാണിത്. പിന്നെ ഈ പ്ലസ് ഇടുക, എന്നിട്ട് 1 കൊണ്ട് 2 സംഖ്യനെ ഗുണിക്കണം. 1 ഗുണിക്കണം എക്സ് പ്ലസ് 1 ഗുണിക്കണം 7 അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എത്ര വരെ നോക്കൂ. എക്സ് ഗുണിക്കണം എക്സ്, എക്സ് സ്ക്വയർ ആണ്. എക്സ് ഘാതം 2, എക്സ് സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് ഘാതം 2 എന്ന് വായിക്കാം കേട്ടോ. പിന്നെ എക്സ് ഗുണിക്കണം 7, 7x ആണ്. 1 ഗുണിക്കണം എക്സ് എന്ന് പറഞ്ഞാൽ 1x, 1x പറഞ്ഞാൽ വെറും എക്സ് എഴുതിയാൽ മതി. 1x നല്ല എക്സ് എന്നുള്ള തുല്യമാണ്. പിന്നെ 1 ഗുണിക്കണം 7, 7 ആണ്. ഒന്ന് കൂട്ടുമ്പോൾ എത്ര വരിക. എക്സ് സ്ക്വയർ. ഇനി ഒരുപോലെ വരുന്ന സംഖ്യകളും ചരങ്ങളോ കൂട്ടാം. എക്സ് സ്ക്വയറിന്റെ പദം 1 മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കും, ഒന്ന് 7x, പിന്നെ വെറും എക്സ്, 7xും എക്സും. 7x അതിന്റെ അർത്ഥം എന്താ. 7x പ്ലസ് വെറും എക്സ് തന്നെ 1x ആണ്. അപ്പോൾ ഇത് 2 എക്സ് വരുന്ന സംഖ്യകൾ, എക്സ് മാത്രമേ വരുന്നത്. അപ്പൊ 7x 1x കൂട്ടി എത്ര ആയിട്ടാ. 8x. 7ഉം 1ഉം കൂട്ടിയാൽ മതി. 7ഉം 1ഉം കൂട്ടുക, എന്നിട്ട് എക്സ് എഴുതുക. 8x പ്ലസ് 7 എന്ന് വരും. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7. നമ്മൾ കോണോട് കോൺ ഗുണിച്ചു. ഇനി എന്ത് ചെയ്യണം. ഇത് രണ്ടിന് വ്യത്യാസം കാണും. വ്യത്യാസം കാണുമ്പോൾ എന്താ കിട്ടേണ്ടത്. നേരത്തെ 7 പറഞ്ഞത്. 7 കിട്ടുന്നുണ്ടോ നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് 7 കിട്ടണമെങ്കിൽ എന്ത് വരും. ഇവിടെ ചെയ്ത് നോക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7. ഈ സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യണം. നമ്മൾ ഏത് കുറയ്ക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 8x കുറയ്ക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 8x കുറയ്ക്കുക. ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കുറയ്ക്കുക. രണ്ടും ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് മാറാതൊക്കെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി സമയം എന്താ കിട്ടും നോക്കുക. ആദ്യത്തെ സംഖ്യ ഇതുപോലെ തന്നെ എഴുതി. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7. ആദ്യത്തെ സംഖ്യ അതേപോലെ എഴുതുക. ഇനി നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഓരോ സംഖ്യനെയും കുറക്കണം. മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. പിന്നെ ഈ മൈനസ് ഇൻറ്റു ഇവിടെ 8x ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് ആണ് മൈനസ് 8x എന്ന് വരും. എക്സ് ഇവിടെ ഈ മൈനസ് കൊണ്ട് രണ്ടിനെ ഗുണിക്കും. മൈനസ് എക്സ് സ്ക്വയർ. പിന്നെ ഈ മൈനസ് പ്ലസ് കൊണ്ട് ഗുണിക്കും. മൈനസ് ആയിട്ട് മാറും. നെഗറ്റീവിന്റെ പോസിറ്റീവ് ആണ്. ആ മൈനസ് 8x ഒന്ന് ഗുണിച്ച് എത്ര വരും. എല്ലാവരും ഉത്തരം കണ്ടേ. ഇവിടെ നമുക്ക് ഈ എക്സ് സ്ക്വയർ, ഈ ഒരു എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ. എക്സ് സ്ക്വയറും പിന്നെ ഇവിടെ എന്താ. ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ. അതിന്റെ അർത്ഥം എന്താ. എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ കുറയ്ക്കാന്ന്. എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ കുറച്ചാൽ എന്താ. രണ്ടും പോകൂലേ. കാരണം ഉള്ളതിന് ഫുള്ള് കുറച്ചു 0 ആയി. പിന്നെ ഇവിടെ എന്താ. ഇവിടെ 8x ഉണ്ട്. 8xും ഇവിടെ മൈനസ് 8x. 8x മൈനസ് 8x 8x കുറയ്ക്കുക 0. പിന്നെ ബാക്കി എന്താ. ഒരു 7 മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ. ഒരു 7 മാത്രം. അപ്പൊ എന്ത് കിട്ടും. സമം 7. ഈ എക്സ് സ്ക്വയറും ഈ മൈനസ് എക്സ് സ്ക്വയറും പോവും. 8x മൈനസ് 8x പോകും. പിന്നെ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ. 7 മാത്രം. അപ്പൊ നമുക്ക് വ്യത്യാസം 7 കിട്ടി. അപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇതിൽ ഏത് കള്ളി എടുത്തിട്ട് ഏത് സമചതുരം, കള്ളി എന്ന് പറഞ്ഞാൽ ഏത് സമചതുരം എടുത്തിട്ട് അതിന്റെ കോണോട് കോൺ ഗുണിക്കുക. എന്നിട്ട് അത് നമ്മൾ വ്യത്യാസം കണ്ട 7 കിട്ടിയിരുന്നത്. അപ്പൊ അതിന് പൊതുവായിട്ട് എടുത്തപ്പോൾ പൊതുവായി പറഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്. പൊതുവായിട്ട് എടുത്ത് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 7 എക്സ് പ്ലസ് 8 എന്ന് എടുത്തു. എന്നിട്ട് അതിനെല്ലാം കോണോട് കോൺ ഗുണിച്ചു കേട്ടോ. ആദ്യത്തിന്റെ എക്സ് സ്ക്വയർ പ്ലസ് 8x കിട്ടി. രണ്ടാമത്തെ ഗുണിച്ചപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 കിട്ടി. രണ്ടും ഗുണിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു. അതിങ്ങനെ വ്യത്യാസം കണ്ട് നമുക്ക് എന്താണ് കിട്ടിയത്. 7 കിട്ടിയത്. അപ്പൊ പൊതുവായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ. അപ്പൊ കലണ്ടർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 4 സംഖ്യ സമചതുരം എടുത്തിട്ട് കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടു എപ്പോഴും 7 കിട്ടുക. ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മളൊരു ഗുണനപ്പട്ടിക പരിശോധിക്കുക. അപ്പൊ ആദ്യം 1ന്റെ ഗുണനപ്പട്ടിക 1 1 2 3 3 1ന്റെ പട്ടിക എഴുതിയിട്ടുണ്ട്. പിന്നെ 2ന്റെ പട്ടിക 2 4 6 8 10 12 അങ്ങനെ 2ന്റെ പട്ടിക. പിന്നെ 3ന്റെ ഗുണനപ്പട്ടിക 3 6 9 12 ആണ്ട് 3ന്റെ പട്ടിക. 4ന്റെ പട്ടിക 4 8 12 4ന്റെ ഗുണനപ്പട്ടിക ഒരു സംഖ്യകള്. 5ന്റെ ഗുണനപ്പട്ടിക 5 10 15. പിന്നെ 6ന്റെ 7ന്റെ 8ന്റെ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണനപ്പട്ടിക എഴുതിയിട്ടുണ്ട്. ഗുണനപ്പട്ടിക സംഖ്യകൾ മാത്രം എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഉത്തരങ്ങൾ കിട്ടുന്ന സംഖ്യകൾ മാത്രം എഴുതിയിട്ടുണ്ട്. ഗുണനപ്പട്ടിക എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കലണ്ടറിൽ ചെയ്ത പോലെ ഇതിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ അതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു 4 കള്ളി എടുക്കുക. അതിൽ ഏതായാലും 4 സംഖ്യകൾ എടുത്ത സമയത്തിൽ ഒരു 4 സംഖ്യകൾ എടുക്കുകയാണ്. 4 സംഖ്യകൾ എടുത്തു നോക്കുക. അപ്പോൾ ആദ്യത്തെ എടുത്തു 1 2 പിന്നെ താഴത്തെ 2 2 4 1 2 2 4. ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ എന്താ ചെയ്ത് കോണോട് കോൺ ഗുണിക്കല്ലേ. അതിന് പകരം ഇവിടെ കോണോട് കോൺ കൂട്ടി വെക്കുക. അപ്പൊ ആദ്യം 1 4 കോണ് വരുന്ന സംഖ്യ 1 4 കൂട്ടുക. എത്ര വരിക 5 കിട്ടും. പിന്നെ 2 2 കൂട്ടുക. 2 2 കൂട്ടുമ്പോൾ എത്ര കിട്ടും 4 കിട്ടും.
അപ്പോൾ കൂട്ടുക ചെയ്യണം കേട്ടോ. ഇനി ഇതിന്റെ വ്യത്യാസം കണ്ടേ, വ്യത്യാസം 5 - 4 കാണും, എത്ര കിട്ടുക? 1 കിട്ടും. 5 - 4 കാണുമ്പോൾ 1 കിട്ടും. ഇതേപോലെ ഇനി വേറെ ഏതെങ്കിലും ഒരു കള്ളി എടുക്കുക. വേറെ കള്ളി എടുത്ത് നോക്കിയേ, എന്താ വരിക? ഇവിടെ വരുന്നത് ഇതാ 35 42, ഏതെങ്കിലും രണ്ടെണ്ണം 35 42. ഈ കള്ളി 40 48, 40 48, 35 42, 40 48 നിർത്തും. അപ്പോൾ ഒന്ന് വ്യത്യാസം നോക്കുക. 35 48 കൂടി കൂട്ടുക, എത്ര കിട്ടുക? 8 5 13, ബാക്കി 1 5 8 83 കിട്ടും. കൂട്ടുമ്പോൾ 83 കിട്ടും. ഇനി 40 + 42 എത്ര കിട്ടുക? 82. 40 42 കൂട്ടുമ്പോൾ 82 അല്ലേ കിട്ടുക. ഇനി തമ്മിൽ വ്യത്യാസം 83 - 82 എത്ര കിട്ടുക? 1. കണ്ടോ വ്യത്യാസം? ഇവിടെ കണ്ടപ്പോൾ വ്യത്യാസം 1 ആണ്. വേറെ രണ്ട് സംഖ്യ എടുത്തപ്പോഴും വ്യത്യാസം 1. ഇനി വേറൊരു ഉദാഹരണം ചെയ്താൽ പറ്റും. ചെറിയ ഉദാഹരണം നേരത്തെ ചെയ്ത പോലെ 4 5 ഇതെടുക്കുകയാണെങ്കിൽ 4 5 8 10, 4 5 8 10 എടുത്തു. എളുപ്പമുള്ള സംഖ്യ എടുത്താണ് കേട്ടോ. അപ്പോൾ 4 10, 4 10 കൂട്ടി എത്ര കിട്ടുക? 14 എന്ന് കിട്ടും. പിന്നെ 8 5 കൂട്ടി എത്ര കിട്ടും? 13 എന്ന് കിട്ടും. 8 5 കൂട്ടി 13. വ്യത്യാസം കാണുന്നുണ്ട്. 14 - 13 എത്ര കിട്ടുക? 1. അപ്പം എപ്പോൾ നമ്മളിവിടെ ഉദാഹരണമായിട്ട് കുറേ കള്ളികൾ 2-3 സമചതുരം എടുത്തിട്ട് ഉദാഹരണം നോക്കിയപ്പോൾ എന്താ കിട്ടിയത്? കള്ളികളിലേക്ക് വ്യത്യാസം. ഇത് കോണോട് കോൺ കൂട്ടുകയാണ് വേണ്ടത്. കോണോട് കോൺ കൂട്ടിയിട്ട് കുറച്ചപ്പോൾ എല്ലാതിനും വ്യത്യാസം കണ്ടപ്പോൾ എല്ലാതും 1 കിട്ടി. അപ്പം ഇത് പൊതുവായിട്ട് നേരത്തെ നമ്മൾ എക്സ് ഒക്കെ ഉപയോഗിച്ച് പറഞ്ഞ പോലെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇത് ശരിയാവുമോ എന്നാണ് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരം ഇത് ശരിയായിട്ടാണ് വരുന്നത്. ഇതേപോലെ തന്നെ വ്യത്യാസം എപ്പോഴും 1 വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് ആദ്യം നോക്കുക. ഇതില് കള്ളികൾ എങ്ങനെ വരിക നോക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ കള്ളിയുണ്ട് ഇവിടെ 1 2 3 4, 1 2 3 4 5 6 അങ്ങനെ വന്ന്. അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് 1 2 3. എഴുതുകയാണെങ്കിലേ പൊതുവായിട്ട് എഴുതുകയാണെങ്കിൽ ഒന്നാമത്തെ കള്ളി എക്സ് ആയിരിക്കും. ഒന്നാമത്തെ സംഖ്യ എക്സ്, അടുത്ത സംഖ്യ 2 അല്ലേ? അപ്പൊ എക്സ്, പിന്നെ 2 3 4 5. അപ്പൊ എക്സ് ഒരെക്സ്. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ നോക്ക് 2 ഗുണിക്കണം 2 4, 2 ഗുണിക്കണം 3 അങ്ങനെ ഗുണിച്ച് പോവാണ്. അപ്പൊ ആദ്യം 2 വരെ എക്സ് വിചാരിക്കുക. പിന്നെ 4 2 ഗുണിക്കണം 2. അപ്പൊ ഇതിന് പകരം 2 ഗുണിക്കണം എക്സ് എന്ന് എഴുതുക. ഇവിടെ എക്സ് ആണെങ്കിൽ 2 ഗുണിക്കണം എക്സ്. പിന്നെ ഇത് 2ന്റെ 3 ഗുണിക്കണം 2 6, 3 ഗുണിക്കണം 2 6. ഗുണപട്ടികയല്ലേ? 3x. പിന്നെ ഇപ്പൊ എന്താ വരിക? 4x 5x 6x 7x 8x 9x ഇങ്ങനെ വരും. എല്ലാ സംഖ്യയിലും അങ്ങനെ വരും. അങ്ങനെ നോക്കരുത്. ഇപ്പൊ ഒന്നാമത്തെ കളി എഴുതുന്നത് കുഴപ്പമില്ല, ബാക്കിയുള്ള കളികളിലേക്ക് ഇങ്ങനെ വരും. ഇവിടെ എക്സ് 7 എക്സ് എങ്കിൽ 7, 2 ഗുണിക്കണം 7 14. കണ്ടോ 7ന്റെ കളി നോക്കുക 14, 3 ഗുണിക്കണം 21, 4 ഗുണിക്കണം 28, 5 ഗുണിക്കണം 35 അങ്ങനെ വരും. ഇനി അതല്ല വേറെ കളി 4 വേണമെങ്കിൽ എക്സിന് 4 കൊടുക്കുക. 4 2 ഗുണിക്കണം 4 8. കണ്ടോ 8ന്റെ കളി 8. പിന്നെ 3 ഗുണിക്കണം 4 12 അങ്ങനെ വരും. അപ്പൊ പൊതുവായിട്ട് എഴുതുമ്പോഴേ ഒരു കളിക്ക് മാത്രം നോക്കി എഴുതരുത്, കറക്റ്റ് ആയിട്ട് എഴുതുന്നാലേ ശരിയാവുള്ളൂ. 4x 2x 3x 4x അങ്ങനെ വരും. ഇനി അടുത്തത് രണ്ടാമത്തെ കള്ളി എങ്ങനെ വരും നോക്ക്. രണ്ടാമത്തെ കള്ളി താഴത്തെ കള്ളി എങ്ങനെ വരും നോക്കണം. ഇവിടെ 3ന്റെ പട്ടിക ഈ കള്ളി നോക്കുക. ഈ കള്ളി ഇപ്പൊ 3ന്റെ കള്ളിയാണിത് എക്സ്, 3ന്റെ കോളാണ് എക്സ്, 2x 3x 4x 5x അങ്ങനെ വന്ന് വിചാരിക്കുക. അപ്പൊ അടുത്ത 3 കഴിഞ്ഞ് 4 4 വരണമെങ്കിൽ 3ന്റെ കൂടെ എന്ത് കൂട്ടണം? 1 കൂട്ടിയതാണ്. അതായത് എക്സിന്റെ കൂടെ 1 കൂട്ടുക x + 1, 3ന്റെ കൂടെ 1 കൂട്ടിയപ്പോ 4, 4ന്റെ കൂടെ 1 കൂട്ടി 5 അങ്ങനെ ഓരോന്ന് പറയുന്ന കൂട്ടിപ്പോണം. അപ്പൊ എക്സ് ആയപ്പോ x + 1 എന്ന് വരും. ഇനി നമുക്കറിയാം ഇവിടെ 3 ആണെങ്കിൽ 6 തന്നെ 2x ആണ്. ഇവിടെ 4 ആണ്. ഇവിടെ എന്താ വരിക? 8 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിവിടെ 2xന് പകരം 2 ഗുണിക്കണം x + 1. എക്സ് ഗുണിതങ്ങളാണ്, ഗുണനപ്പട്ടികയാണ്. എക്സ് ആണ് 2x 3x 4x അങ്ങനെ ഗുണിതങ്ങളാണ് വരുന്നത് എഴുതി. പിന്നെ അടുത്ത സംഖ്യ 3 ആണെങ്കിൽ അടുത്ത സംഖ്യ 4 ആണ്. 1 കൂട്ടിയത് x + 1. പിന്നെ അതിന്റെ ഗുണിതങ്ങൾ 2 ഗുണിക്കണം x + 1, അടുത്ത ഗുണിതം 3 ഗുണിക്കണം x + 1, അടുത്തത് 4 ഗുണിക്കണം x + 1, 5 ഗുണിക്കണം x + 1, 6 ഗുണിക്കണം x + 1, 7 ഗുണിക്കണം x + 1, 8 ഗുണിക്കണം x + 1, 9 ഗുണിക്കണം x + 1 ഇങ്ങനെ വരും സംഖ്യകള്. അപ്പൊ എല്ലാം നേരത്തെ കൂട്ടലായിരുന്നു, ഗുണിതങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഗുണിതങ്ങളാണ്. ഗുണനപ്പട്ടിക x 2x 3x 4x 9x വരെ.
അടുത്ത സംഖ്യ തൊട്ടടുത്ത കള്ളി കിട്ടണമെങ്കിൽ 4 4 ആണെങ്കിൽ എന്താ പറയുക 3ന്റെ കൂടെ 1 കൂട്ടി x+1 2 ഗുണിക്കുന്ന x+1 ഇങ്ങനെ വരും. ഓക്കെ. ഇനി നമുക്ക് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ കള്ളി എഴുതി പൊതുവായി പറഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കുക. കള്ളി 4 കള്ളികൾ വരണം. ഇങ്ങനെ 4 കള്ളി എടുത്തു. ഓക്കെ, 4 കള്ളി എടുക്കും. ആദ്യത്തെ സംഖ്യ x, പിന്നെ 2x. ഇതിൽ നമുക്ക് പൊതുവായിട്ട് എടുക്കാൻ പോകുന്നത് 3x 4x 5x 6x 7x. ഇതിൽ ഏത് എടുക്കാൻ സംശയമാവും, കുറെ കള്ളികളുണ്ടല്ലോ. ആ പൊതുവായിട്ട് പറയുന്നത് ഇപ്പൊ ഈ ഒരു കള്ളി എനിക്ക് എടുക്കേണ്ടി വിചാരിക്കാം. ഇത് എടുക്കുകയാണെങ്കിൽ 4x 5x അങ്ങനെയാണ്. അപ്പൊ ഒരു പൊതുവായിട്ട് എടുക്കുമ്പോൾ 4x 5x 6x. ഇവിടെ ഞാൻ x എന്ന് എഴുതിയേക്കാം. എക്സിന്റെ കൂടെ എല്ലാത്തിനും 2x 1x വെറും x 1x 2x 3x 4x 5x ഒരു സംഖ്യ മുന്നിലുണ്ട്. അപ്പൊ അതിന് പൊതുവായിട്ട് തന്നെ yx എന്ന് എഴുതി. കാരണം എന്താ, ആദ്യം 2 പിന്നെ 3 4 5 6 7 അങ്ങനെ വരിക. അപ്പൊ എല്ലാതിന്റെ എക്സിന്റെ കൂടെ ഒരു നമ്പർ ഉണ്ട്, അതിന് y എന്ന് കൊടുക്കുക yx. ഇനി ഇതിപ്പോ 4x ആണ്, അടുത്ത എന്താ വരിക 5x, ഒന്ന് കൂട്ടിയതാ. പിന്നെ 5x എടുക്കുകയാണെങ്കിൽ 6x. ഇപ്പൊ ഈ കള്ളി എടുക്കണെങ്കിലോ എന്താ വരിക 7 കഴിഞ്ഞ 8x. അപ്പൊ ഒന്ന് കൂട്ടുകയാണ്. അപ്പൊ എന്ത് വന്നു, x തന്നെ എഴുതി. ഈ വൈയുടെ കൂടെ ഒന്ന് കൂട്ടി എന്താ വരിക y+1 y+1. x ഒക്കെ x തന്നെ, പക്ഷെ 4x പിന്നെ 5x ഓരോന്ന് കൂട്ടി പോകും. അപ്പൊ yക്ക് പകരം y+1 എന്ന് വരും. ഓക്കെ. ഇനി അടുത്ത സംഖ്യ കിട്ടാന് പിന്നെ അടുത്തൊക്കെ എന്താ x+1 എല്ലാത്തിലും x+1 ഉണ്ട്. അപ്പൊ ഈ എക്സിന് പറഞ്ഞ അവിടെ x+1 എഴുതി. x+1 എന്തായാലും വരും, x+1 അല്ലേ. കാരണം എന്താ, x+1 2x+1 3x+1 എല്ലാവരും x+1ന്റെയാണ്. ഇവിടെ എല്ലാവരും x ആയപ്പോ x വന്നു. ഇനി ഇവിടെ ആദ്യം 1 × x+1 2 3 4 5 6 അങ്ങനെ സംഖ്യകളാണ്. ആ സംഖ്യ നമ്മൾ നേരത്തെ എന്താ എടുത്ത് y നല്ല എടുത്ത്. അപ്പൊ ഇവിടെ y തന്നെ എടുക്കുക. y ഗുണിക്കണം x+1 y ഗുണിക്കണം x+1 എന്ന് വരും. y ഗുണിക്കണം x+1. ഇനി നമുക്ക് ഇവിടെ എന്താ വരിക, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ x+1 തന്നെ വരും. ഇവിടെ x വന്നപ്പോ x തന്നെ വന്ന പോലെ x+1 ശരിയാണ്. ഇനി നേരത്തെ y ആയപ്പോൾ ഇവിടെ എന്താ വന്നത് y+1 അവിടെ 4 ആദ്യം, പിന്നെ 5. ഈ കള്ളി എടുക്കുകയാണെങ്കിൽ 7 കഴിഞ്ഞാൽ 8 അങ്ങനെയാണ്. അപ്പൊ y ആണെങ്കിൽ yയുടെ കൂടെ ഒന്ന് കൂട്ടി എന്താ വരിക y+1 എന്ത് വരും y+1 ഗുണിക്കണം x+1. അപ്പൊ ഈ കള്ളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. സമചതുരത്തിലെ കള്ളികൾ 4 പൊതുവായി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം x ആണെങ്കിൽ 2x 3x 4x 5x അങ്ങനെ പോകും. അപ്പൊ അതുപോലെ ഇവിടെ എന്താ വരിക yx വരുന്നതാണ് yx പൊതുവായിട്ട് എടുത്തു. പിന്നെ കൂട്ടി പോകുന്നതുകൊണ്ട് y+1. ഒരു കള്ളി എടുക്കുകയാണെങ്കിൽ 4 എടുക്കുകയാണെങ്കിൽ അടുത്ത കള്ളിയിൽ 5 വരിക. അപ്പൊ y+1 എന്ന് എടുത്തു. പിന്നെ രണ്ടാമത്തെ കള്ളിയിൽ എല്ലാതും x+1 വരുന്നതുകൊണ്ട് x+1 എഴുതി. പിന്നെ അതിന് മുമ്പത്തെ ഒരു സംഖ്യ ഇവിടെ y എടുത്തിട്ട് ഇവിടെ y എടുത്തു. പിന്നെ അടുത്തതിൽ ഒന്ന് കൂട്ടിയിട്ടാണ് വരിക y+1 × x+1. ഇനി എന്ത് ചെയ്യണം, ഇതാണ് നമ്മളെ കള്ളി വരിക. ഇനി ഈ കള്ളി നമുക്ക് വിപുലീകരിക്കണം. എന്താ പറയുക, കോണോട് കോൺ കൂട്ടുക എന്നാണ് പറഞ്ഞില്ലേ. ഇതിൽ കോണോട് കോൺ കൂട്ടണം. കോണോട് കോൺ കൂട്ടിയിട്ട് വ്യത്യാസം കാണാണ്. ഇവിടെ എന്താ വരിക yx. അപ്പൊ ആദ്യം കോണോട് കോൺ കൂട്ടുക പറഞ്ഞാൽ yx പിന്നെ ഏതും കൂട്ടണം ഈ സംഖ്യ. ഇവിടെ എന്താ വരിക y+1 ഗുണിക്കണം x+1. yx y+1 ഗുണിക്കണം x+1 കൂട്ടണം. അപ്പൊ നമ്മളിങ്ങനത്തെ സംഖ്യകൾ കൂട്ടുമ്പോൾ ആദ്യം ഇങ്ങനെ തന്നെ എഴുതിട്ട് yx ഇതാദ്യം ഗുണിച്ചിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതണം. ആദ്യം ഈ y കൊണ്ടൊക്കെ ഗുണിക്കുക. y ഗുണിക്കണം x എന്ന് എഴുതി. y ഗുണിക്കണം x. പിന്നെ ഈ പ്ലസ് ഇട്ടു. പിന്നെ എന്ത് ചെയ്യണം y ഗുണിക്കണം 1 y ഗുണിക്കണം 1. നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിച്ചില്ലേ ഇങ്ങനെ വരുമ്പോ ഗുണിക്കുക എങ്ങനെയാണ്. ആദ്യം y ഗുണിക്കണം x എഴുതി, പിന്നെ y ഗുണിക്കണം 1 എഴുതി, പ്ലസ് ഈ പ്ലസ് ഇട്ടു. പിന്നെ ഈ 1 കൊണ്ട് ഗുണിക്കുക. 1 ഗുണിക്കണം x 1 ഗുണിക്കണം x. പിന്നെ ഈ പ്ലസ് എഴുതുക, പ്ലസ് 1 ഗുണിക്കണം 1 ഇങ്ങനെ വരും. 1 ഗുണിക്കണം 1 അപ്പൊ എത്ര വരിക സമം yx പ്ലസ് y ഗുണിക്കണം x എന്താ yx പ്ലസ് y ഗുണിക്കണം 1 എന്താ y, പിന്നെ പ്ലസ് 1 ഗുണിക്കണം x എന്താ x, 1 ഗുണിക്കണം 1 എന്താ 1. എല്ലാതും കൂട്ടുക. അപ്പൊ yx y x 1.
അപ്പോൾ ഒരേപോലെ വരുന്ന സംഖ്യകളെ കൂട്ടാൻ പറ്റും. ഇവിടെ നോക്കി എന്തൊക്കെ കൂട്ടാൻ വരുന്നുണ്ടോ? ഇവിടെ ഒരു വൈ എക്സ് ഉണ്ട്, ഇവിടെ വൈ എക്സ് ഉണ്ട്, രണ്ടും ഒരേപോലെ. വൈ എക്സും കൂട്ടി എത്ര കിട്ടുക? ഒരു വൈ എക്സും കൂട്ടുകയാണ്. അപ്പൊ 2 വൈ എക്സ് വരും. 2 വൈ എക്സ്, ഒരു വൈ എക്സ് പ്ലസ് ഒരു വൈ എക്സ്, 2 വൈ എക്സ്. പിന്നെ എന്താ വരിക? അവിടെ ഒരു വൈ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എക്സ് ഉണ്ട്, പിന്നെ 1 ഇങ്ങനെ എഴുതും. കോണോട് കോൺ ഗുണിച്ചിട്ട് കൂട്ടുമ്പോൾ ഇങ്ങനെ വരും. ഇനി അത് ഞാൻ ബാക്കിയുള്ളത് എഴുതാം. അടുത്ത സംഖ്യ ഏതായിരുന്നു? ഇത് രണ്ടും, അതായത് വൈ ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നുള്ള സംഖ്യ. ഈ സംഖ്യയും പ്ലസ് പിന്നെ ഏതാ? വൈ പ്ലസ് 1 ഇൻറ്റു എക്സ്, വൈ പ്ലസ് 1 ഇൻറ്റു എക്സ്. ഈ രണ്ട് സംഖ്യകളും കൂട്ടുക. നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്താ വെച്ചാൽ ആദ്യം ഗുണിക്കണം. ഇവിടെ എന്ത് ചെയ്യണം? വൈ ഇൻറ്റു എക്സ് പ്ലസ് എന്നാണ്, ഇവിടെ വൈ പ്ലസ് 1 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഇത് വൈ ഇൻറ്റു എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുമ്പോൾ വൈ എക്സ് ആദ്യം വൈ കൊണ്ട് ഗുണിക്കുക, പ്ലസ് വൈ ഇൻറ്റു 1, വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 പ്ലസ്. ഇനി ഇതിനെ ഗുണിക്കുക. അപ്പോൾ വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് എഴുതി, പിന്നെ എന്താ 1 ഇൻറ്റു എക്സ്. ഓക്കെ, എന്താ വരിക? വൈ എക്സ്, വൈ ഇൻറ്റു 1 പറഞ്ഞാൽ വൈ ഇൻറ്റു എക്സ് പറഞ്ഞാൽ വൈ എക്സ്, 1 ഇൻറ്റു എക്സ് പറഞ്ഞാൽ എക്സ്. അപ്പോൾ ഒരേപോലെ വരുന്ന സംഖ്യകളെ കൂട്ടണം. വൈ എക്സ് ഉണ്ട്, ഇവിടെ വൈ എക്സ് ഉണ്ട്. വൈ എക്സും കൂട്ടി എത്രയാണ്? 2 വൈ എക്സ്, നേരത്തെ അതേപോലെ 2 വൈ എക്സ്. പിന്നെ ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? പ്ലസ് എക്സ്. അപ്പൊ ഇത് കൂട്ടുമ്പോൾ കോണോട് കോൺ കൂട്ടുമ്പോൾ 2 വൈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വരും. 2 വൈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ്. ഓക്കെ, നമുക്കിന്റെ വ്യത്യാസമാണ് കണ്ടത്. വ്യത്യാസം കാണുമ്പോൾ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറയ്ക്കണം. ആദ്യത്തെ സംഖ്യ 2 വൈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് 1. അതിന്റെ ഏത് കുറയ്ക്കണം? രണ്ടാമത്തെ സംഖ്യ 2 വൈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ്. കണ്ടോ? ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ കുറയ്ക്കണം. അപ്പൊ എന്താ വരിക? ഇവിടെ കണ്ടോ 2 വൈ എക്സ് ഉണ്ട്, ഇവിടെ പ്ലസ് വൈ ഉണ്ട്, പ്ലസ് 1. ഇതെല്ലാം കുറയ്ക്കുമ്പോൾ മൈനസ് വരും. മൈനസ് 2 വൈ എക്സ് മൈനസ് വൈ മൈനസ് എക്സ്. കാരണം മൈനസ് കുറയ്ക്കാണ് വേണ്ടത്, എല്ലാതും മൈനസ് വരും. അപ്പോൾ ഉണ്ടോ? ഇവിടെ 2 വൈ എക്സ് ഉണ്ട്, ഇവിടെ 2 വൈ എക്സ്. 2 വൈ എക്സ് ഒരേ സംഖ്യകൾ കുറയ്ക്കുക. 2 വൈ എക്സ് ഈ മൈനസ് 2 വൈ എക്സ് കുറയ്ക്കുമ്പോൾ 0 വൈ എക്സ് വരും. പിന്നെ ഈ വൈയും കുറയ്ക്കുമ്പോൾ 0 വരും, വൈ മൈനസ് വൈ. പിന്നെ ഈ എക്സ് കുറയ്ക്കുമ്പോൾ 0 വരും. ബാക്കി എന്താണുള്ളൂ? ഇവിടെ ബാക്കി ഒരു 1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കുറച്ച് പോകും. 2 വൈ എക്സ് കുറക്കുക, വൈന്ന് വൈ കുറക്കുക, എക്സ് കുറക്കുക. ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1. അപ്പൊ കണ്ടോ, നേരത്തെ പൊതുവായിട്ട് പറഞ്ഞപ്പോൾ എന്താ വ്യത്യാസം വന്ന്? ഗുണപട്ടിക എടുത്ത് ചെയ്യുമ്പോൾ കോണോട് കോൺ കൂട്ടിയിട്ട് വ്യത്യാസം കണ്ട എപ്പോഴും എന്തായിരിക്കും കിട്ടുക? 1 ആയിരിക്കും കിട്ടുക. ഓക്കെ.